പത്തനംതിട്ടയിൽ ഇക്കുറി ആന്റോ ആന്റണിയോ, തോമസ് ഐസക്കോ, അനിൽ ആന്റണിയോ മൂന്ന് മുന്നണികളും ഒരേപോലെ വിജയപ്രതീക്ഷയിലാണ്. പോളിംഗ് ശതമാനത്തിൽ 2019 അപേക്ഷിച്ച് വൻ ഇടിവുണ്ടായെങ്കിലും ദോഷകരമായി ബാധിക്കില്ലെന്നാണ് സ്ഥാനാർത്ഥികളുടെ കണക്കുകൂട്ടൽ. പത്തനംതിട്ടയിൽ പോളിംഗ് ശതമാനം 2019 74.24 നിന്ന് 61.49 കൂപ്പുകുത്തിയത്. ഇതോടെ മുന്നണികൾക്ക് നെഞ്ചിടിപ്പായി. 2019 ശബരിമല വിഷയം കത്തി നിന്നപ്പോഴാണ് ഉയർന്ന പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയത്. ഇക്കുറി ആ സാഹചര്യമല്ല മണ്ഡലത്തിലുണ്ടായിരുന്നത്. കിഫ്ബി, ക്ഷേമ പെൻഷൻ, കേന്ദ്ര സംസ്ഥാന സർക്കാർ നയങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ, വിലക്കയറ്റം, റബ്ബർ വിലയിടിവ് തുടങ്ങിയവയെല്ലാം ചർച്ചയായി. പോളിംഗ് ശതമാനം 70 മുകളിൽ എത്തുമെന്ന് തന്നെയായിരുന്നു മുന്നണികളുടെ പ്രതീക്ഷ. 65-ൽ താഴെ പോകുമെന്ന് മുന്നണികൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. പോളിംഗ് ശതമാനം കുറഞ്ഞത് ദോഷകരമായി ബാധിക്കില്ല എന്ന വിലയിരുത്തലിലാണ് മുന്നണികൾ. NDA സ്ഥാനാർത്ഥി അനിൽ ആന്റണി പ്രതീക്ഷിച്ചതിലും കൂടുതൽ വോട്ടുകൾ പിടിച്ചാൽ UDFന് അത് ക്ഷീണമാകും. ക്രൈസ്തവ സഭകൾ കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിലും UDF സ്ഥാനാർത്ഥിയായിരുന്ന ആന്റോ ആന്റണിയെ പിന്തുണച്ചിരുന്നു. ഇക്കുറി അനിൽ ആന്റണിക്ക് കൂടുതൽ ക്രൈസ്തവ വിഭാഗ വോട്ടുകൾ കിട്ടുകയാണെങ്കിൽ UDFന് അത് ക്ഷീണവും LDFന് അത് നേട്ടവുമാകും. പൂഞ്ഞാർ, കാഞ്ഞിരപ്പള്ളി മണ്ഡലങ്ങളിലെ ക്രൈസ്തവ വോട്ടുകൾ ഇക്കുറി തങ്ങൾക്കാണെന്ന് ഇടതുപക്ഷം കണക്കുകൂട്ടുന്നു. റാന്നിയിലും ക്രൈസ്തവ വിഭാഗത്തിന്റെ വോട്ട് കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ഇടതുമുന്നണി. പോളിംഗ് ശതമാനം കുറഞ്ഞാലും ഇക്കുറിയും വിജയിച്ച് കയറാമെന്ന് തന്നെയാണ് ഇടതുമുന്നണിയുടെ പ്രതീക്ഷ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFനൊപ്പമായിരുന്ന കേരള കോൺഗ്രസ് M ഇപ്രാവശ്യം കൂടെയുള്ളത് ഇടതുമുന്നണിക്ക് ആത്മവിശ്വാസം നൽകുന്നു. ലോക്സഭാ മണ്ഡലത്തിലെ 3 നിയമസഭാ മണ്ഡലങ്ങളെ പ്രതിനിധീകരിക്കുന്നത് കേരള കോൺഗ്രസ് MLAമാരാണ്. ഇതും LDFന് അനുകൂല ഘടകമാകുന്നു. BJPക്ക് സ്വാധീനമുള്ള അടൂർ, പന്തളം, ആറന്മുള പ്രദേശങ്ങളിൽ വലിയ മുന്നേറ്റം നടത്താനായിട്ടില്ലെന്ന് NDA നേതൃത്വം വിലയിരുത്തുന്നു. റിപ്പോർട്ടർ, പത്തനംതിട്ട.